വെക്കേഷൻ തുടങ്ങിയല്ലോ. അപ്പോൾ സമ്മർ വെക്കേഷൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി സാധനങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ ഔട്ടിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ നമ്മുടെ സാധാ പിള്ളേരെ പോലെ തന്നെ വെക്കേഷൻ തുടങ്ങിയാൽ ഹായ് ഉറങ്ങണം, കുറേ നേരം ടി വി കാണണം, സിനിമ കാണണം, ഒത്തിരി ഫുഡ് കഴിക്കണം, അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. പക്ഷേ മടുത്തു അങ്ങനെ ചെയ്ത്. സോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഈ സമ്മർ ഹോളിഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് മാറ്റാതെ. അപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ക്രാഫ്റ്റിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തരാം, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഒത്തിരി നേരം ഫോൺ ലാപ്ടോപ്പ് കാണണ്ട, നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഈ ഹോളിഡേ തീർക്കാനും. അപ്പോൾ UK ഹോബി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത്രേ സാധനങ്ങൾ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ ആണ്. ഇതിനെ പകുതി മുറി, പകുതി സ്ഥലം, ഒരു സ്ക്വയർ പോലെ ഞങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. ബാക്കി പകുതി ഞങ്ങൾ തുണി വിരിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ എല്ലാ ക്രാഫ്റ്റും വരയ്ക്കലും കളിക്കലും ഒക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന്. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഗ്ലൂ ആണ്. നമുക്ക് ഗ്ലൂ അത്യാവശ്യമാണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. ഇത് PVA ഗ്ലൂ ആട്ടോ. പിന്നെ ആദ്യം വാങ്ങിച്ചൊരു സംഭവമാണ്, എല്ലാം പോയി. ആദ്യം വാങ്ങിച്ചൊരു സംഭവമാണ് ഒരു ബുക്കിൻ്റെ കൂടെ ഒരു ജെൽ പെൻസും വരുന്ന ഒരു കോംബോ പാക്ക്. ഇവർ തുടങ്ങിയിട്ടോ വരച്ച് കളർസ് തുടങ്ങിയില്ല. നിങ്ങൾ കളർ അടിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കണ്ടില്ലേ DIY സാധനങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ബുക്കിനകത്ത്. അപ്പം ആമിയും ആദവും കൂടെ ഷെയർ ചെയ്താട്ടോ ഇത് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ കിട്ടിയതാണ് 10 ജെൽ പെൻസ് നമുക്ക്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സംഭവം. പിന്നെ മൂന്നാമത്തേത് എനിക്ക് പെയിന്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പെയിന്റ് ബ്രഷ്, ഇത്രയും പെയിന്റ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 3 പൗണ്ടായിട്ടോ ഇത്ര എണ്ണത്തിന്. നമ്മുടെ നാട്ടിൽ 300 രൂപ. ഒരു 1 2 3 4 5 6 പെയിന്റ് ബ്രഷുകളുണ്ട് ഓരോ ടൈപ്പിൽ. പിന്നെ ഫെൽറ്റ് പെൻസ്. പിന്നെ ആമി വാങ്ങിച്ച ഒരു സംഭവമാണ് നല്ല കളറിങ് പേപ്പേഴ്സ്. ഇത് ഞാൻ കളർ അടിച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമാണ് അതിനകത്ത് ഓരോന്നും. അപ്പം എനിക്കും ആമിക്കും വേണ്ടി പേരൊക്കെ എഴുതി തിരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ ആദം ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സംഭവമാണ്. ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സംഭവമാണ് എയർ ക്ലേ. പിസ്സ ഉണ്ടാക്കുന്ന ക്ലേ ആണെന്ന് തോന്നുന്നു. ഇവരിത് ക്ലേ ഉണ്ട്. പിന്നെ നമ്മുടെ ഇലയുടെയും മഷ്റൂമിൻ്റെയും ഒക്കെ മോൾഡ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു പിസ്സ കട്ടറും ഒരു ബോക്സും വരുന്നുണ്ട്. അപ്പം നമ്മുടെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ആദമെടുത്ത് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു സാധനമാണ്. അത് തിരിച്ചു വെച്ചോ ആദം. അടുത്തതായിട്ട് പെയിന്റ് സ്റ്റിക്സ്. ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇവിടെ പെയിന്റ് അടിക്കുവാണെങ്കിൽ നിലം മുഴുവനാകും, ചിലപ്പോൾ ഭിത്തിയിലാവും, എന്തായാലും ഉടുപ്പ് മൊത്തമാവും, കയ്യിലൊക്കെ പിന്നെ പറയണ്ട. അപ്പോൾ പക്ഷെ എനിക്ക് പെയിന്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. സോ ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു എനിക്ക് എന്തെങ്കിലും അങ്ങനെ കിട്ടാറുണ്ടോയെന്ന്. അപ്പോൾ കണ്ടതാണ് പെയിന്റ് പോപ്പിൻ്റെ പെയിന്റ് സ്റ്റിക്സ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസമെന്ന് തോന്നി. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മെസ് ഫ്രീ എന്നൊക്കെ. മെറ്റാലിക് കളേഴ്സ് ആട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് പെയിന്റ് സ്റ്റിക്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ. ഓക്കെ, നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ. നമുക്ക് ഒരു കളർ മാത്രം ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഗോൾഡൻ ആട്ടോ ടെസ്റ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ. നമ്മളിത് അടിക്കുമ്പോൾ നമ്മൾ ക്രയോണൊക്കെ അടിക്കില്ലേ അതുപോലെയാണ്. ബട്ട് നമ്മുടെ കയ്യിൽ കുറച്ചിങ്ങനെ ആവുന്നുണ്ട്. അതാണ് നമ്മുടെ മെറ്റാലിക് പെയിന്റ് സ്റ്റിക്സ്. ഇത് ഞാൻ ഒത്തിരി എടുക്കുന്നില്ല. അടുത്തതായിട്ട് ആമി വാങ്ങിച്ചൊരു സാധനമാണ് ഐ ലവ് പേൾ മെർമെയ്ഡിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇത് നോക്കാം, 3 തരത്തിലുള്ള കളേഴ്സ് പേൾസ് 1 2 3 പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് എടുത്ത് കുത്തി വെക്കാനുള്ള
ഒരു സ്റ്റിക്കും പിന്നെ അത് ഇടാനുള്ളൊരു പാത്രവുമാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ 4-5 പേജസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ പേഴ്സ് കുത്തി വെക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കളർ അടിക്കാൻ വേണ്ടിയും ഉള്ളൊരിതുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് നല്ല അടിപൊളിയാണെന്ന് തോന്നി. ആമി എനിക്കൊരു പേജ് തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതും നമ്മൾ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അതിനൊക്കെ. അടുത്തത് മേക്ക് ആൻഡ് പെയിൻറ്റ് യൂണിക്കോൺ. മേക്ക് 2 ഡ്രീമി മോഡൽസ്. ഇങ്ങനത്തെ 2 മോഡൽസ് എനിക്ക് മനസ്സിലായത് 2 മോഡൽസ് ഉണ്ടാവും. ഇതുപോലത്തെ പെയിൻറ്റും അവർ തന്നിട്ടുണ്ടാവും. നമ്മൾ നല്ല ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാട്ടോ. പിന്നെ നോർമലായിട്ടുള്ള ഒരു ബ്രഷ് മാർക്ക്, നമ്മുടെ ബ്രഷ് പെന്ന്, പിന്നെ എനിക്കും ആമിക്കും. അപ്പം പിന്നെ 2 A4 പേപ്പർ പാഡും വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് വെറുതെ വരയ്ക്കാൻ വേണ്ടി. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചൊരു സംഭവമാട്ടോ. നമുക്ക് 5 ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാം ഇതിനകത്ത്. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത്. എനിക്ക് ബ്രേസ്ലെറ്റ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ ഇടാൻ വേണ്ടി. സോ ഞാൻ ഇത് വാങ്ങിച്ചു. ഇതിനും നമ്മൾ റിവ്യൂ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പെയിന്റ് ബ്രഷിന് വേണ്ടി ഒരു പെയിൻറ്റും. മെസ്സി ആവുമെങ്കിൽ എനിക്ക് പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അത് എടുത്ത് ഇങ്ങനെ വരച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു അക്രിലിക് പെയിൻറ്റ് പോട്ട്സും 6 എണ്ണം ഉണ്ട്. അതുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഹോബി ക്രാഫ്റ്റിന് വാങ്ങിയത്. അവിടെ നിന്ന് വച്ച ഒരു അടിപൊളി സ്ഥലമാണ്. 2 നിലയുണ്ട്, നിറച്ചും ഫാബ്രിക്സ്, അതിൻ്റെ കൂടെ ക്രാഫ്റ്റ് ഐറ്റംസ്. നമുക്ക് ഇവിടെ തുന്നൽക്കാർക്ക് തുന്നൽ മെഷീൻസ് വരെ അവിടെ ഉണ്ട്. നമ്മുടെ മെറ്റീരിയൽ, ക്ലോത്ത് മെറ്റീരിയൽ. ഞാൻ എവിടെയും ഒരു ക്രാഫ്റ്റ് ഷോപ്പിലോ ഒരു മെറ്റീരിയൽ ഒന്നും കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ബേക്കിങ്ങിൻ്റെ സംഭവങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് മോൾഡ്സ്, കേക്ക് മോൾഡ്സ്, പിന്നെ കേക്ക് ട്രേകൾ, ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഇതിനകത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അൺബോക്സ് ചെയ്ത വീഡിയോ എന്തായാലും ഞങ്ങൾ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തായാലും പോയി കാണണം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.